അപ്പോൾ ഇതാ നമ്മുടെ റംസാൻ്റെ ഈ രണ്ടാമത്തെ പത്തും കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് പത്താണ്. 20 നോമ്പ് കഴിഞ്ഞില്ലേ, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് 20ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊരു ഹാപ്പി ചെയ്ത് പുതിയൊരു ചുരിദാർ ഇട്ടതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഇന്നലെ രാത്രി ഞാൻ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ച് നൈറ്റി ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സാധാ നൈറ്റി ക്ലോത്ത് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഉണ്ടാവില്ല, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം നീനുട്ടിക്ക് ഇന്നലെ പോയതല്ലേ നീനു. അപ്പോൾ ഓക്ക് നല്ല 2 മണിക്കായിരുന്നു ഡ്യൂട്ടി കഴിയണമെങ്കിൽ രാത്രി 11 മണി കഴിയും. അപ്പോൾ ആ 11 മണി കഴിഞ്ഞിട്ടുള്ള ഹോസ്റ്റലിലൊക്കെ എത്തിയോളൂ കൂളി ഇന്നലെ കഴിഞ്ഞ് കിടക്കണമെങ്കിൽ എന്തായാലും 12:30 1 മണിയാവും. അപ്പോൾ അതുവരെ ഞാൻ ഉറക്കം വെച്ചിങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ഇരിക്കാമെന്ന് കരുതിയിട്ട് പോയി. അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തോന്നിയ ഒരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ, ഒരു തോന്നി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ രാവിലെ എനിക്ക് എണീറ്റ് വന്നപ്പോൾ എനിക്ക് തോന്നി അതങ്ങോട്ട് ഇടാം, പെരുന്നാൾക്ക് ഇനി വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് തയ്ക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ടതാണ്. പുതിയത് കാണുമ്പം ഇടാനൊരു സന്തോഷം, അതേപോലെ തന്നെ പുതിയത് ഇടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഇതും സ്കൂൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന പാടെ ഓളിതാ ഈ ഒരു ഓളെ നൂല് വെച്ചിട്ടുള്ള കലാവിക്രസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഈ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഓളിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. 12:30 1 മണിക്കാണ് ഞങ്ങൾ രണ്ടാളും അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. കാരണം ഓൾ എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഓൾക്ക് അറബിയായിരുന്നു എക്സാം. അപ്പോൾ അത് ഓൾ പഠിച്ചിങ്ങനെ ഇരിക്കുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പേടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം ഉള്ള ഒരാളാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഓളും ഞാനും ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് രണ്ടൊക്കെ നല്ല ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും 1 2 പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഐറൂസും മോളും വന്നത് കേട്ടോ. പെട്ടെന്നുള്ള വരവായിരിക്കുമല്ലോ ഓൾത്. അപ്പോൾ ഇവിടെ എത്താനായപ്പോഴാണ് ഓൾ വിളിച്ചത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ എത്തി കേട്ടോ. വന്ന പാടെ ഐറൂസും ഓൻ്റെ വിക്രസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓനിവിടെ വന്നാൽ പിന്നെ കുറച്ച് നേരത്തിനൊരു പിരാന്താണ്. കോണിമ കയറി മറിയണു, അവിടെ നിന്ന് എടുത്ത് ചാടണു, അങ്ങനെ കുറേയൊക്കെ പിടിക്കാൻ നോക്കി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവനൊക്കെ വെറുതെ വിട്ടിങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഐറൂസിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കണം. ഓന് ബ്രെഡ് ഉണ്ട്, പിന്നെ നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ, ഒക്കെ 3 ആൾ നോമ്പ് നിൽക്കണം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഫുഡ് ഇവിടെ ഇല്ല. ഞാന് ബ്രെഡ് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോളിത് അവിടെ നോമ്പിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടി ഐറൂസിനെ നോക്കി ക്ഷീണമായിട്ടുണ്ട്. അവളെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓഫായിട്ടുണ്ട്. അവളാണെങ്കിൽ ചാർജർ എടുക്കാനും മറന്ന്. അങ്ങനെ ഇതുമുൻ ഞങ്ങളെ തൊട്ടടുത്ത പേരേക്ക് ചാർജർ വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ കൊണ്ടുവന്ന് അവൾ ചാർജ് കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഓന് ഐറൂസിന് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതി ഞാനുള്ള പിന്നാലെ തന്നെ അടുക്കളയ്ക്ക് പോന്ന്. ഓന് പിന്നെ ബ്രെഡ് മതിയാണ്. അപ്പോൾ ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇത് തന്നെ കുപ്പി, അതായത് വാട്ടർ ബോട്ടിൽ. ഐറൂസിന് വാങ്ങിയ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ മീഷോന്ന് ഓർഡർ ചെയ്തതാട്ടോ. ഇവിടെ വന്നിട്ട് 2 ദിവസമായി. ഓളിപ്പോൾ 2 ദിവസം ആയാലും അങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അത് വന്ന പാടെ എൻ്റെ കുട്ടീൻ്റെ വാട്ടർ ബോട്ടിൽ ഇവിടെ അമ്മച്ചി എന്നും പറഞ്ഞിട്ട് അത് അപ്പം തന്നെ അൺബോക്സ് ചെയ്തിട്ടോ. അതായത് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും നോക്കില്ല. അത് കിട്ടിയ പാടേനൊക്കെ ഇപ്പോൾ കത്തിയൊക്കെ എടുത്ത് പൊളിച്ചെടുത്ത് അതിൻ്റെ കോലും ചേലൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിനിപ്പോൾ 200 രൂപ എന്തോ സംഭവം ഉള്ളൂ. പക്ഷേ അതിലേറെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. 200 രൂപയേക്കാൾ ഒരു ഉറപ്പും ഒക്കെ ഉണ്ട്. ആദ്യമുള്ളൊരു കുട്ടി ഐറൂനൊരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഓൻ പൊട്ടിച്ചു. ഇനി ഇതെങ്ങനെ എത്ര കാലം ആയുസുണ്ടാവും എന്ന് അറിയില്ല. വയറ് ഭയങ്കര ത്രില്ലിലാട്ടോ. അങ്ങ് പറയുന്നുണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം, ഇമ്മി ജ്യൂസ് കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഓൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഓൾക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയായിട്ട് പിന്നെ അതിൽ കുറേ അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അത് കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അങ്ങോട്ട് തട്ടും, നമ്മൾ അങ്ങോട്ട് തട്ടുമ്പോൾ ഇങ്ങോട്ട് തട്ടും. അത് കുറേ നിലത്തേക്കും വീണു. എന്തായാലും കുറേ ഓൻ്റെ പിത്തനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടാണ് പിന്നെ അത് റെഡി ആക്കിയത് കേട്ടോ. ചെറിയ എന്തൊക്കെയോ സുന്നൈമൽ വെക്കാനുണ്ട്. അതൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ച് ചെയ്യണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതായാലും സമയം ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. മോളും ഹസ്ബൻഡിനും അരീക്കോടും അവൻ്റെ സ്ഥാപനത്തിൽ വരേണ്ട ആവശ്യമുണ്ട്. അതിനപ്പോൾ വന്ന് കുറച്ച് നേരം അവിടെ നിന്ന പാടാൻ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തിട്ട് അവർ അത്ര നേരം നിന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഓനിപ്പോൾ പോകും വിചാരിച്ചിട്ട് ബ്രെഡ് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി. ഒരു മുട്ടയിൽ ലേശം പാലും പഞ്ചാരയൊക്കെ ഇട്ടിട്ട് 2 ബ്രെഡ് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി. പക്ഷേ ഞാൻ പൊരിക്കണത് ഒന്നും പറ്റിയില്ല കേട്ടോ. പൊരിച്ച ബ്രെഡ് തിന്നില്ല. പിന്നെ പൊരിക്കാത്ത ബ്രെഡാണോ തിന്നത്. ഏതായാലും തിന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് മോളുൻ്റെ ഹസ്ബൻഡ് വന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്ത് ഒരു ഏകദേശം 1 മണിക്കൂറിൽ ഇവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 4 മണിക്ക് ആപ്പിളാണ് കിച്ചണിക്ക് വന്നത്. കാരണം ഇന്ന് പുട്ടും മീൻകറിയാണ് പ്ലാന്. നമുക്കൊരു രാവിലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ അല്ലേ, എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെയുള്ള. അപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഇന്ന് സ്കൂൾ ബസ് കഴിഞ്ഞ് വന്നപ്പം മീനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറേ ആയി മീനൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. ചിക്കന് ബീഫ്. അപ്പോൾ നല്ല കഷ്ണം മീൻ
കണ്ടപ്പോൾ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതും അതിലേറെ സന്തോഷം കേട്ടോ. മീൻ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം മീൻകറിയൊക്കെ കൂട്ടി പുട്ടൊക്കെ കഴിക്കാൻ. അപ്പോൾ അവളോട് ചോദിച്ചു പത്തിരിയോ വേണ്ടത് പിന്നെ പുട്ടോ വേണ്ടത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പുട്ട് മതിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ പുട്ടാണ് വലിയ എന്താ പറയുക സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് കരുതി. എന്തായാലും മീൻ കഴുകി അപ്പോൾ എസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:30 കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നത്. അപ്പോൾ എന്താ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിക്കാണ് വെച്ചിരിക്കുന്നു. കൊണ്ടുവന്ന പാടെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിക്കാണ് വെച്ചു. അപ്പോൾ ഒന്നും ചെയ്തില്ല. എത്ര നമ്മൾ പണി ചെയ്ത് വെച്ചാലും ആ ഒരു എസർ കഴിഞ്ഞ് മരിബ് കൊടുക്കണ വരെ നമുക്ക് എത്ര പണി ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ എടുക്കാൻ കരുതി ഞാൻ ഒക്കെ അതേപോലെ തന്നെ കൊണ്ടുവച്ചു. കിട്ടുന്ന അത്ര നേരം വെറുതെ ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്തായാലും ഞാൻ നന്നായിട്ട് മീനൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചെടുത്തിട്ട് നമുക്ക് സാധാ പോലെ തന്നെ ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചെടുത്ത് പൊരിക്കും വേണം, കുറച്ചെടുത്ത് മുളക് വേണം. അപ്പോൾ മീൻ മുറിച്ചപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെറിച്ച ഭാഗമാണ് കേട്ടോ. ഞാൻ അങ്ങനെ അപ്പം തന്നെ കഴുകി ആ ഒരു നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു വിമ്മോണ്ട് തന്നെ അങ്ങോട്ട് കഴുകിയാൽ നല്ല മണമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ അതും കഴുകി വെച്ച് അപ്പം തന്നെ വൃത്തിയാക്കി. ഇനി കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയതൊക്കെ കുറച്ചുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് മീനാവുമ്പോൾ കുറച്ചൊരു ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ബക്കറ്റിൽ ഐറൂസിൻ്റെ കേട്ടോ കുഞ്ഞു ബക്കറ്റ് ഓൻ്റെ കളിപ്പാട്ടാണ് കേട്ടോ. ഞാൻ ഓൻ്റെ നിന്ന് അങ്ങോട്ട് എടുത്തതാണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ക്യൂട്ടായിട്ടുള്ള ഒരു ബക്കറ്റ് കണ്ടപ്പോൾ ഞാൻ എടുത്തത്. ഓൻ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് തരൂല. അപ്പോൾ ഞാനത് കഴുകിയിട്ട് ഇങ്ങനെ എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചീരുള്ളി കേട്ടോ കുറേ കൂടുതൽ എടുത്തത്. പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ചതക്കാൻ ഇടുന്നുണ്ട്. കുറച്ച് ചതച്ചത് അത് ഓൾറെഡി ഉണ്ട് കേട്ടോ, നമ്മളെ മിക്സിയിലുണ്ട്. എന്നാലും ബാക്കി ഒന്ന് ചതക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ നന്നായിട്ട് ചതക്കി എടുക്കുന്നുണ്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ എന്താ പറയുക അടിയിൽ വേറെ ചതക്കിയത് ഉള്ളതുകൊണ്ട് അത് അറിയില്ല. കുറച്ചൊന്ന് ക്രഷ് ആവാൻ ഭയങ്കര കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് അടിയിലുള്ളതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഇളക്കി കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ മീൻ കറി പിന്നെ പുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാട്ടോ ഞാൻ. അപ്പോൾ വേഗം അതാ അടുപ്പത്ത് നമ്മൾ ഇന്ന് സ്റ്റീലിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റീലായതുകൊണ്ടാണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒരു പുകയാണില്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇന്നലെ വെളിച്ചെണ്ണ ഇതിക്ക് പാർന്നപ്പോൾ ബാക്കിയുള്ള പിന്നെ കവറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുപ്പിയിലുള്ളത് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ ഉലുവ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. രണ്ടും കൂടി ഇങ്ങനെ പൊട്ടി വരുന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയാണ് അത് കേട്ടോ. കുറച്ച് ചെറിയുള്ളി ഒരു വലിയുള്ളീൻ്റെ പകുതിയും പിന്നെ ബാക്കി 2-3-4 ചെറിയുള്ളി എടുത്തു. രണ്ടും കൂടി എടുത്തത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ചതക്കിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് കുറച്ച് ടേസ്റ്റിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ തീ കുറേ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ തീ കുറച്ചും കൂട്ടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. നന്നായിട്ട് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ വഴറ്റിയിട്ട് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് തക്കാളി വന്നിട്ടാണ് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തക്കാളി വന്നിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പുട്ടിലേക്കാവുമ്പോൾ കുറച്ച് കറി നല്ലോണം ആണല്ലോ. അപ്പോൾ മല്ലിപ്പൊടി അങ്ങോട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടിയും കാശ്മീരി ചില്ലി ഒരു ചുവപ്പ് കളറൊക്കെ ഇട്ട് വന്നോട്ട് എന്ന് കരുതിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഫിഷ് മസാല ഇട്ട് കൊടുത്തു. കുറച്ച് ഫിഷ് മസാല ഇപ്പോൾ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മീൻ കറി വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് മുകളിൽ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കില്ല. ആ സമയത്ത് കുറച്ചും കൂടി ഫിഷ് മസാല ഇട്ട് കൊടുക്കാമെന്ന് കരുതി കുറച്ച് ഇപ്പം ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണ വരെ പൊടി മസാലകളുടെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേൻ്റെ ഭാഗവും കഷ്ണമീനും ഉണ്ട്. അതിലൊരു പുഴമീൻ പോലത്തെ ഒരു മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ പുഴമീൻ ഫുള്ളായിട്ട് മീൻ കറി കിട്ടും. പിന്നെ കഷ്ണമീൻ നമ്മൾ പൊരിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാറ്റി വെച്ചു. അതിൽ വേണ്ടാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ മീൻ കറിയൊക്കെ ഇട്ടിട്ടുള്ളൂ. മീൻ കറിയിൽ മീനിൻ്റെ ഒരു ചൊയ ഉണ്ടായാൽ മതി. കാരണം മീൻ കറിയത്തെ മീൻ ഇവിടെ കൂട്ടൽ കുറവ് തന്നെ ആയിരിക്കും. പൊരിച്ച മീനിനായിരിക്കും എല്ലാവർക്കും ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഒരു 4-5 കഷ്ണം മീൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ മീൻ കറിക്ക്.
അപ്പോൾ അത് അവിടെ വേവുന്ന നേരം ഞാൻ ഇവിടെ തേങ്ങ ചിരണ്ടി വെക്കുകയാണ്. പുട്ടിനുള്ളത് മൺപിടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ തേങ്ങ വേഗം ചിരണ്ടുണ്ട് കേട്ടോ. പിന്നെ ആ നേരം നമ്മൾ സമയം സാധാരണ പോലെ തന്നെ തുത്തും അടുക്കളയിലും ഒക്കെ കയറി നേരെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കും തീരെ വയ്യ കേട്ടോ, അവൾക്ക് പനി ആയതുകൊണ്ടുള്ളൊന്നും കിച്ചണിലൊന്നും കയറിയിട്ടില്ല. അവളെ സഹായിക്കാൻ വരുന്ന ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കിച്ചണിക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അവളവിടെ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊക്കെ പോയാലും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ മൺപിടിച്ചു, ഒരു കുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ബാക്കിയുള്ള ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ മീൻ കറിക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ട് സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അടുത്ത കുറ്റി വെക്കുകയാണ് കേട്ടോ, അടുത്ത കുറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴത്തെ കഴിക്കാനില്ല, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാമല്ലേ, അത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ബാക്കി ഞാൻ കരുതി പലിച്ചക്ക് ഒന്നുകൂടി പുട്ട് ചൂടാ തേങ്ങയും ഫുള്ളായിട്ട് ചിരണ്ടിയിട്ട് പലിച്ചക്കൊക്കെ ഉള്ളത് പൊടിയും തേങ്ങയും ഞാൻ ഫ്രിഡ്ജിക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കുറ്റി പുട്ടാണ് ചുട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പം ഇന്ന് ഇറാനി വത്തക്ക കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാ മറ്റേ വത്തക്കൻ്റെ എന്താ അറിയില്ല, ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. സാധാ വത്തക്കയൊന്നും അത് 2 ദിവസമായിട്ടൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നിപ്പോൾ ഇറാനി വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതി മൂപ്പർക്ക് ജ്യൂസ് അടിച്ച് വെക്കുക, പകുതി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് പാത്രത്തിൽ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പപ്പായ ഉണ്ട് കേട്ടോ. പപ്പായ ഇന്നലെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പപ്പായ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്, ഇന്ന് അടിപൊളിയാണ്. ഇന്ന് മീൻകറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ നോമ്പറക്കാൻ ഭയങ്കര കൊതി കേട്ടോ. പിന്നെ ഇതും പാലയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് സാബുനരിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാബുനരി സുഖമല്ല കേട്ടോ, അത് പിന്നെ എന്താ പറയുക പൊടിഞ്ഞു പോണത് ടൈപ്പ് സാബുനരിയായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടൊരു സുഖമില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവൾ കഴിച്ചില്ല. പിന്നെ ഇതാ ഞാൻ മറ്റേ അടുപ്പത്ത് പുട്ട് ചുട്ട അടുപ്പത്ത് പിന്നെ ഞാൻ മീൻ പൊരിച്ചു കേട്ടോ. ഈ 2 കഷ്ണം ഞങ്ങൾക്കായിട്ട് പൊരിച്ചെടുത്തു. മോള് വന്ന് പോയി നോമ്പറക്കാതെ പോയി മീനൊക്കെ അവൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു കേട്ടോ തിന്നാനായിട്ട്. പക്ഷേ കഴിക്കാനൊന്നും പറ്റിയില്ല. ഓലിന്ന് പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് കഴിക്കണത്, ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്നോളിന്ന് പറയാൻ നിന്നിട്ടില്ല. നോമ്പ് സൽക്കാരൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓളെ ഹസ്ബൻഡിന് തിരക്കായിട്ട് ഇപ്പോൾ എക്സാമൊക്കെ അല്ലോ, സ്കൂളിൻ്റെയൊക്കെ ആളായതുകൊണ്ട് അവന് എക്സാമും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവന് നോമ്പ് സൽക്കാരം പരിപാടി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് ഫ്രീ ആയിട്ട് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അടുത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തുത്തുനോട് വർത്തമാനം പറഞ്ഞാൽ അപ്പോൾ തന്നെ മന ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ തന്നെ മന ആഡ് ചെയ്തു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ടാണ് പിന്നെ മന ആഡ് ചെയ്യുക. അപ്പം അമ്മയും ഞങ്ങൾ 3 ആളവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നീനുട്ടി വരുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതും കഴിഞ്ഞ് ഇനി ഇത് പപ്പായം കൂടി കട്ട് ചെയ്ത് വെച്ചാൽ ഇന്നത്തെ പരിപാടി തീർന്നു. അതിൻ്റെ പോയി സത്യം പറയാനുണ്ടല്ലോ, പണ്ടത്തെ പണിയൊക്കെ കണ്ട് ആലോചിക്കുമ്പോൾ എനിക്ക് കുഴക്കാവും കേട്ടോ. ഇപ്പോൾ ഒരു പണിയിൽ ഇപ്പോൾ നമുക്ക് അസറസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ പെൽച്ചക്ക് നീച്ചാൽ പിന്നെ രാത്രി കിടക്കണ വരെ ഒരു ഒഴിവും ഉണ്ടാവില്ല. ഇനി അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. ആ പെൽച്ചക്കാണ്ട് നീച്ചാൽ പിന്നെ പുഴയെ പോയിട്ടായിരുന്നു കുളിക്കലൊക്കെ. അന്ന് ഇവിടെ തീരുമാനമല്ലോ വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. പുഴക്കൊക്കെ പോണ കുളിയും കഴിഞ്ഞ് വന്ന് നമ്മൾ പെരയത്ത് അടിച്ചു വാരാ തുടക്കുക, ചെറിയ 2 മക്കളും ഒക്കെ കൂടെ എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷീണമാണ്. അപ്പം ഇപ്പോൾ നമുക്കൊരു വൈകുന്നേരം അങ്ങോട്ട് വന്ന് എടുക്കാനുള്ള പണിയുള്ളൂ അല്ലേ. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഐറൂസിൻ്റെ കളിപ്പാട്ടം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നും. വലിച്ചിട്ട് പോയതാണ്, 10 മിനിറ്റ് നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു കളിപ്പാട്ടമൊക്കെ വലിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിങ്ങനെ കണ്ടപ്പോൾ സങ്കടം വന്നു. ഒന്നില്ലെങ്കിൽ വരാതൊക്കെ വന്നാൽ പിന്നെ കുറച്ചേരെങ്കിലും നിൽക്കാൻ ഞാനൊരു ഇടങ്ങേറാണ് അല്ലേ. അപ്പം ഇതും ഞാനൊന്ന് എടുത്ത് വെച്ചില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ കടന്നോട്ടെ, ഓനങ്ങനെ ആ കളിപ്പാട്ടം അവിടെ ഇങ്ങനെ കിടക്കണം ഉണ്ട് എന്നൊക്കെ തോന്നും. എന്തായാലും ഇതുമൂന്ന് ഇതാ ഒരു ഗ്ലാസ് ലൈം ജ്യൂസും കലക്കി എൻ്റെ ഹസ്ബൻഡിന് പിന്നെ എന്താ പറയുക നമ്മളെ ഓൾറെഡി വത്തക്കയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുമുറി പിന്നെ അതൊന്നും പറ്റൂല. അപ്പോൾ ഓക്ക് നാരങ്ങ വെള്ളവും പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വത്തക്ക ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, പുട്ടുണ്ട്, മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ നോമ്പുതുറ. ഭയങ്കര ഒരു കുറേ ദിവസത്തിന് ശേഷം മീൻകറിയൊക്കെ കൂട്ടിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതുമൊക്കെ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് നോമ്പ് തുറന്നത്. നോമ്പ് തുറന്ന ശേഷം പിന്നെ ഞങ്ങൾ കഴിച്ച്
കഴിയാനാവുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വരിക. അപ്പോൾ മൂപ്പർക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടാളും നിസ്കരിക്കാനും ഇതിനൊക്കെ പോവട്ടെ. കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകുക പണിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു ടയേർഡ് ആവലാണ്. പിന്നെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. നമ്മുടെ 20ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് നോമ്പൊക്കെ നോറ്റി പോകുന്നുണ്ട് വിചാരിക്കണം. അപ്പം അടുത്ത വിശേഷങ്ങൾ, നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.